നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഗിരിജ 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 കണ്ണൂർക്ക്. അയ്യോ ഗിരിജ 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 പവിയേട്ടാ, ഞാനാ പവിയേട്ടാ, എന്നെ അഴിച്ചുവിട്. പവിയേട്ടാ, വേഗം. പേടിക്കണ്ട. അയ്യോ, പടം ഗിരിജ എഴുന്നേക്ക്. ഗിരിജ ഇറങ്ങ് ഇറങ്ങ് ഇറങ്ങ്. നീ ഓക്കെ അല്ലേ? എന്താ പറ്റിയേ? എനിക്കറിയില്ല. എനിക്കൊന്നും അറിയില്ല. സുമംഗല എവിടെ? എനിക്കറിയില്ല സർ, ഞാൻ കണ്ടില്ല. നിങ്ങൾ അവിടേക്ക് ഒന്ന് പോയി നോക്ക്. അയ്യോ, കൈ. നീ നടക്ക. സാറേ, എന്തായി? ഇവിടെ ആരുമില്ല സാറ്. ഗിരിജ ചേച്ചി എവിടെ? എനിക്കൊന്നും അറിയില്ല പവിയേട്ട, ഞാൻ കണ്ടില്ല. ആരാ പവിയേട്ട എന്നോട് ഇത് ചെയ്തത്? ഇതിന്റെ പിന്നിൽ അവള് തന്നെ ആയിരിക്കും. ദർശന. പിന്നെ അവരെവിടെ പോയി? വാ. നിനക്കൊരു കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല പവിയേട്ട, എനിക്കിച്ചിരി വെള്ളം വേണം. നീ വാ. അമ്മേ, അമ്മേ, വാ അമ്മേ. പതുക്കെ. ഗിരിജ വാ. പതുക്കെ സൂക്ഷിച്ച്. പതുക്കെ അമ്മേ. വാ. ഗിരിജ, ഒരു സംരക്ഷകര് വന്നിരിക്കുന്നു. ഗിരിജ. എന്ത് ഗിരിജ? ഇവിടെ നിന്ന് ഗുണ്ടകൾ പിടിച്ചോണ്ട് പോയപ്പോ ആരെയും കണ്ടില്ലല്ലോ. മരുവത്തൂരിലെ സിംഹമാണത്രേ. സിംഹം. നിന്റെ പറച്ചിൽ കേട്ടാ തോന്നും ഞാൻ ഇവിടെ കൈയും കെട്ടി നിന്നപ്പോഴാണ് നിന്നെ പിടിച്ചോണ്ട് പോയെന്ന്. നീ എന്തോന്നും അറിയാത്ത പോലെ. പവിയേട്ടാ, സ്വന്തം ഭാര്യയെ സംരക്ഷിക്കാനുള്ള തന്റെ ഇടമെങ്കിലും വേണം ഒരു ഭർത്താവിന്. അല്ലെങ്കിലേ ഇങ്ങനെ കോഴി ഫാമിലും പന്നി ഫാമിലും ഒക്കെ കിടക്കേണ്ടി വരും എനിക്ക്. ഗിരിജ, ഒരു പെണ്ണിനെ സംരക്ഷിക്കാനുള്ള ആണത്തൊക്കെ എന്നുവേണ്ടി പവിത്രന്. വെറുതെ തലേ കയറാൻ നിക്കണ്ട. അച്ഛാ, ഒന്നും മിണ്ടാതിരിക്കേ. അമ്മ കുറെ അനുഭവിച്ചിട്ടാ വന്നത്. എന്ന് വെച്ച് ഞാൻ ഇവിടെ കിടന്ന് എത്ര ടെൻഷൻ അടിച്ചതാ ഇവിടെ കാണാതെ. എങ്ങനെയെങ്കിലും തേടി പിടിച്ച് കൊണ്ടുവന്നപ്പോ എന്നെ കുറ്റപ്പെടുത്തുന്ന കണ്ടില്ലേ? അമ്മേ, അമ്മ വന്ന് കുളിച്ചേ. അമ്മയുടെ ദേഹത്തേക്ക് വല്ലാത്തൊരു മണം. ഞാനേ അത്ര പൂശിയ മണിമെത്തയില് പള്ളി ഉറങ്ങിട്ട് വന്നതൊന്നും അല്ല എന്നെ മണക്കാൻ. രാവും പകലും ആ കോഴിക്കാഷ്ടത്തിന്റെ ഇടയില് ആലോചിക്കുമ്പോ തന്നെ തോക്കാനും വരിക. അമ്മേ, മാറിക്കളി. വച്ചിട്ടുണ്ട് ഞാൻ എല്ലാത്തിനും.
അച്ഛാ അത് കളഞ്ഞേക്ക്. പക്ഷേ ഇവിടെ എന്താ നടന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ചേച്ചിക്ക് എന്തു തോന്നുന്നു? ഗിരിജ തിരിച്ചെത്തി, പക്ഷെ ഏട്ടത്തി അവിടെ പോയി. എന്ത് സംഭവിച്ചു? എനിക്കൊന്നും അറിയില്ല. ഇവിടെ എന്തൊക്കെയായി നടക്കുന്നത്? അങ്ങനെ പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യവുമില്ല. സ്വന്തം ഭാര്യയെ കണ്ടുപിടിക്കാൻ പവിത്രൻ എന്തെല്ലാം ചെയ്തു, എവിടെയെല്ലാം ഓടി. ഒരു രാത്രി മുഴുവനും ഭ്രാന്ത് പിടിച്ചതുപോലെ ഓടി നടക്കുന്നത് നമ്മളെല്ലാം കണ്ടതല്ലേ. പക്ഷെ ഏട്ടത്തെ കാണാഞ്ഞിട്ട് അവൻ എന്തെങ്കിലും ദുഃഖം ഉണ്ടായോ? ഭാര്യയെ തിരിച്ചു കിട്ടിയപ്പോ അവളെയും കൂട്ടി നേരെ ഇങ്ങ് പോന്നു. ഇതി ദർശനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? അത് ശരിയാ. അവൾക്ക് എന്തെങ്കിലും വിവരം കിട്ടിയോന്നറിയാലോ. ഒന്ന് വിളിച്ചു നോക്ക്. നിങ്ങൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. ദയവായി പിന്നീട് വീണ്ടും ശ്രമിക്കൂ. വിളിച്ചിട്ട് കിട്ടുന്നില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഇതിന് പിന്നിൽ ആരുടെയോ മാസ്റ്റർ ബ്രെയിൻ ഉണ്ട്. അതിന്റെ ലക്ഷ്യം എന്താണെന്ന് മാത്രം ഒരെത്തും പിടിയും കിട്ടുന്നില്ല. പവി, നമുക്കേ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോണ്ടേ? കാര്യങ്ങളൊക്കെ അന്വേഷിക്കണ്ടേ? നമ്മൾ പോയിട്ട് എന്താ കാര്യം? പോലീസല്ലേ അന്വേഷിക്കേണ്ടത്. പോലീസുകാർ അന്വേഷിച്ചോളും. ജീവനോടുണ്ടെങ്കിൽ അവര് കൊണ്ടുവരും. നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? സ്വന്തം പെങ്ങളെ കുറിച്ചാ പറയുന്നതെന്ന് ഓർമ്മ വേണം. എന്തോന്നാലും നമ്മൾ സഹിച്ചല്ലേ പറ്റുവളിയ. എന്താടി നീ നോക്കുന്നത്? എന്റെ ചേച്ചി അവിടെ പോയി. നീ ചേച്ചിയെ എങ്ങോട്ടാ കൊണ്ടുപോയത്? അത് തന്നെ എനിക്ക് നിങ്ങളോടും ചോദിക്കാനുള്ളത്. അമ്മയ്ക്ക് എന്താ സംഭവിച്ചത്? അത് ശരി, എല്ലാം നീ ചെയ്തു വെച്ചിട്ട് ഇപ്പൊ ഞങ്ങളുടെ തലയിൽ വെക്കാനുള്ള ശ്രമമാണ് അല്ലേ? നിങ്ങൾ ഇങ്ങനെ കിടന്ന് തർക്കിക്കാതെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി അന്വേഷിക്കാം. നിങ്ങൾ എനിക്കൊരല്പം സമാധാനം താ. എന്റെ ചേച്ചിയെ കാണാനില്ല. എന്ത് സംഭവിച്ചെന്നും അറിയില്ല. ഗിരിജ, നിങ്ങൾ ഇങ്ങനെ പരസ്പരം വഴക്കിടല്ലേ. ആദ്യം എന്തെങ്കിലും ഒരു വിവരം കിട്ടട്ടെ. രൂപേഷ്, എന്തു സഹിക്കാനുള്ള ധൈര്യം വേണം. ഇനി നീ എത്ര അന്വേഷിച്ചാലും സുമംഗല ചേച്ചി തിരിച്ചു വരില്ല. അവരുടെ ഡെഡ് ബോഡി മാത്രമേ ഈ വീടിന്റെ മുറ്റത്തേക്ക് ഇനി വരൂ.